ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ചക്ക മുറിക്കൽ വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഇത് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു കസിൻ തന്നതാണ്. സാധാരണ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഡെയിലി ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ഡെയിലി ചക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചക്കപ്പഴമായിട്ടും വറുത്തതായിട്ടായിരിക്കും ചക്കപ്പുഴുക്കായിട്ടായിരിക്കും എല്ലാ ദിവസവും ചക്ക ഉണ്ടാവും. അതുകൊണ്ട് ചക്കയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം കിട്ടാതായപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴും പറഞ്ഞാൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് മുറിച്ച് വെച്ച് അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഒരു കഷ്ണം വായിലേക്ക് ഇടുമ്പോൾ പറയണ്ട, നല്ല മധുരവും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തിന്നാതിരിക്കാനേ വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചെറിയ പ്ലാവ് ഉണ്ടാവുമല്ലോ, നമ്മൾ 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നത്, അങ്ങനെ ഉണ്ടായ പ്ലാവ്. അപ്പോൾ അതിനുള്ളിലധികം ചക്ക കുറവായിരിക്കും. വലിയ നമ്മുടെ നോർമൽ ചക്ക പോലത്തെ ആയിരിക്കില്ല, കുഞ്ഞു കുഞ്ഞു ചക്കകളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. ചക്കപ്പഴം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പഴം എന്തായാലും കാണാൻ ചെറുതാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഞാനത് കഴിച്ചു. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അത് മൊത്തം കഴിച്ചതെന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ചക്ക അങ്ങനെ മുറിക്കൊന്നുമില്ലായിരുന്നു. അത് അവിടെ ഉള്ളതെല്ലാം വലിയ വലിയ ചക്കകളായിരുന്നു. അപ്പോൾ എനിക്കത് മുറിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം ചക്ക മുറിക്കൽ ഞാൻ എക്സ്പെർട്ടായി. വീട്ടിൽ പോയിട്ട് വരുമ്പോൾ 1-2 ചക്കയൊക്കെ എന്തായാലും കൊണ്ടുവരും. അപ്പം ഇവിടെ ഞാൻ തന്നെ മുറിക്കുക, ഞാൻ തന്നെ പാക്ക് ചെയ്ത് വെക്കും, ഞാൻ തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തീരണത് അറിയില്ല. അപ്പോൾ ഞാൻ ചക്കയെല്ലാം ഇങ്ങനെ ഓരോരോ പീസായിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കഴിക്കും. അതുകൊണ്ട് കുഞ്ഞിനാണെങ്കിലും ഇഷ്ടമാണ്, ഹസ്ബൻഡിനാണെങ്കിലും ഇഷ്ടമാണ്. പക്ഷേ ഹസ്ബൻഡിനത് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ട്, അതുകൊണ്ട് അവനധികം കഴിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.